ഇന്നും ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന വിധത്തിൽ വലിയ ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത്. 100 റോക്കറ്റുകൾ തുടർച്ചയായി ഇസ്രായേലിനുള്ളിലേക്ക് എത്തിച്ചു എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. അതിൽ പലതും നിർവീര്യമാക്കിയിട്ടുണ്ട് ഇസ്രായേലെങ്കിലും ചിലത് നിർവീര്യമാക്കപ്പെടാതെ ഇസ്രായേലിനുള്ളിലേക്ക് എത്തുന്നുണ്ട്. അയൺ ഡോമുകളുടെ കണ്ണ് വെട്ടിച്ചല്ല, അയൺ ഡോമുകളെ നിർവീര്യമാക്കുന്ന വിധത്തിൽ ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം നടത്താൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 തവണകളിലായി 70ഉം 30ഉം വീതമുള്ള റോക്കറ്റുകളാണ് നോർത്തേൺ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത്. ഈ ആക്രമണങ്ങൾ എന്ന് പറയുന്നത് അതിശക്തമായിരുന്നുവെന്നും ഒക്ടോബർ 7-ന് ശേഷം ഇത്രയും വലിയ ഒരാക്രമണം ഇസ്രായേലിനുള്ളിലേക്ക് ഉണ്ടായിട്ടില്ല എന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ നിരന്തരമായി വന്ന സമയത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്താ ഏജൻസികൾ ഉൾപ്പെടെ ഇത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കേരളത്തിലടക്കമുള്ള പലരും ഇതൊക്കെ ഇല്ലാ കഥകളാണ് എന്ന് പറഞ്ഞിരുന്നു.